500-ലധികം തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന കുട്ടനാട്ടിലെ കാർഷിക ഗ്രാമമാണ് മണലാടി. കിണറുകളോ കുടിവെള്ള പൈപ്പുകളോ ശുദ്ധജല പദ്ധതികളോ ഒന്നും ഈ ഗ്രാമത്തിലില്ല. ഇവിടുത്തുകാരുടെ ഏക കുടിവെള്ള സ്രോതസ് ഗ്രാമത്തിൻ്റെ അതിർത്തിയിലൂടെ ഒഴുകുന്ന പമ്പയാറാണ്. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ ഉപയോഗിക്കുന്ന കീടനാശിനികളും വളങ്ങളുമെല്ലാം ഒഴുകിയെത്തി പമ്പയാർ ഈ ഭാഗത്ത് മലിനവുമാണ്. എങ്കിലും കുടിക്കാനുള്ള വെള്ളത്തിന് മറ്റു മാർഗമില്ലാത്തതിനാൽ ആറിനെ തന്നെ ആശ്രയിക്കുകയാണ് ജനങ്ങൾ. ആറിൻ്റെ അരികിലെ വെള്ളം കൂടുതൽ മലിനമായതിനാൽ നടുവിലേക്ക് നീന്തിപ്പോയാണ് ഇവർ കുടിക്കാനായി വെള്ളം ശേഖരിക്കുന്നത്. ഈ ആറ്റിൽ നിന്നും വളരെ നടുക്കോട്ട് മാറി നീന്തി എടുത്തുകൊണ്ട് വരുന്ന വെള്ളം തിളപ്പിച്ചാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പാടശേഖരങ്ങളിൽ അടിച്ചുവിടുന്ന കൃഷിനാശിനിയും മറ്റും വെള്ളത്തിൽ കലരുന്നുണ്ടെങ്കിലും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ വെള്ളം മാത്രമേ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ഈ ആറിനെ തന്നെയാണ് ഇവിടുത്തുകാർ കുളിക്കാനും വസ്ത്രം കഴുകാനും ആശ്രയിക്കുന്നത്. പലരും കിലോമീറ്ററുകൾ നടന്നാണ് ഇവിടെ എത്തി വെള്ളം ശേഖരിക്കുന്നത്. ഞങ്ങൾ 2 കിലോമീറ്റർ അകലെ നിന്ന് വന്നാണ് ഈ വെള്ളം എടുത്തുകൊണ്ട് പോകുന്നതും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയാണ് ഞങ്ങൾ തിളപ്പിച്ചാറ്റിയാണ് കുടിക്കുന്നത്. ഞങ്ങൾക്ക് പൈപ്പോ കിണറോ ഒന്നുമില്ല, വെള്ളത്തിന് യാതൊരു മാർഗ്ഗവുമില്ല. സ്ഥിരമായി ആറ്റിലെ മലിനജലം കുടിക്കുന്നതിനാൽ ജലജന്യ രോഗങ്ങളും പകർച്ചവ്യാധികളും ഇവിടെ പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വർഷങ്ങളായി കുടിവെള്ളത്തിനു വേണ്ടി ഇവർ മുറവിളി കൂട്ടുന്നുണ്ടെങ്കിലും ഇതുവരെ ഇവിടെ സ്ഥിരമായി വെള്ളം എത്തിക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. നാളിതുവരെയായിട്ടും എല്ലാ വർഷവും സർക്കാരിൻ്റെ അടുത്ത് ഞങ്ങൾ പറയുന്നുണ്ട് വെള്ളത്തിൻ്റെ പ്രശ്നം. അവർ വോട്ട് ചോദിക്കാൻ നേരത്ത് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അവർ ഒരു വണ്ടിയിൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് തരും. അത് കഴിഞ്ഞ് പിന്നെ അവരിൽ നിന്നും യാതൊരുവിധ നടപടികളൊന്നും ഉണ്ടാകാറില്ല. ഇത് മണലാടിയുടെ മാത്രം പ്രശ്നമല്ല. കുട്ടനാട്ടിലെ ഭൂരിഭാഗം ഗ്രാമങ്ങളും ഇത്തരത്തിൽ ജലക്ഷാമം നേരിടുകയാണ്. പമ്പയാറിൻ്റെ തീരത്ത് നിന്ന് ക്യാമറമാൻ നവാസ് ജമാലിനൊപ്പം ജിബി റോക്കി, മീഡിയ 1.